മുസ്ലിം ലീഗിനെതിരെ പരോക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം രംഗത്ത് വരികയാണ്. വനിതകളെ ലീഗ് തിരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയതിന് എതിരെയാണ് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ വിമർശനം. പെൺകുട്ടികൾ തുറന്ന വാഹനത്തിൽ കയറി ഡാൻസ് ചെയ്ത് സന്തോഷിക്കുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ സാംസ്കാരിക അച്ചടക്കം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങളുമായുള്ളത്. ഇന്ത്യാസ്, തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സാധാരണ നിലയിൽ ഇത്തരം ചില പ്രതികരണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഇക്കുറിയും അത്തരം ഒരു പ്രതികരണമാണ്. വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, തീർച്ചയായിട്ടും ഇത്തവണ ഈ മുസ്ലിം ലീഗ് ഈ ഹരിതയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരെ രംഗത്തിറക്കി മത്സരിപ്പിച്ചിരുന്നു. വനിതാ ലീഗിലെ ആളുകളൊക്കെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. കോഴിക്കോട്ടും മലപ്പുറത്തുമൊക്കെ ആ കാഴ്ച നമ്മൾ അങ്ങനെ തന്നെ കണ്ടതാണ്. അതായത് വനിതകൾക്ക് കുറെ കൂടെ പ്രാധാന്യം കൊടുത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ മുസ്ലിം ലീഗിൻ്റെത് എന്നുള്ളതാണ്. പക്ഷേ നിരവധി വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാന്തപുരം വിഭാഗം നേതാവായിട്ടുള്ള റഹ്മത്തുള്ള സഖാഫിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ആദ്യ കാലങ്ങളിൽ ഈ മുസ്ലിം ലീഗിനെ മുസ്ലിം സ്ത്രീകളെ വനിതകളെ രംഗത്തിറക്കി തുടങ്ങിയത്. പിന്നീട് എന്നാൽ ലീഗ് അതിനോടൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനമൊക്കെ മുസ്ലിം ലീഗിലേക്കും വന്നിരിക്കുന്നു. അതായത് മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂടെ വന്നിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പരോക്ഷ വിമർശനം. പണ്ട് ഈ ബാഫയ്ക്ക് തങ്ങളുടെ കാലത്ത് പോലും MES ഒക്കെ സ്ത്രീകളെ രംഗത്തിറക്കിയ സമയത്ത് MES-ഉമായിട്ടുള്ള ബന്ധം തന്നെ ലീഗ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനം മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നു എന്നാണ് റഹ്മത്തുള്ള സഖാഫിയുടെ വിമർശനം. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കൗമാരക്കാരായിട്ടുള്ള മുസ്ലിം പെൺകുട്ടികളൊക്കെ വാഹനത്തിൽ കയറി ഡാൻസ് ചെയ്യുന്നു. അതിൽ മുസ്ലിം സ്ത്രീകളെയാണ് കൂടുതലായിട്ടും കാണുന്നത്. മറ്റു സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെയൊന്നും അങ്ങനെ കാണുന്നില്ല. ഇതൊക്കെ സന്തോഷിപ്പിക്കുന്നത്, ഇതിനോടൊക്കെ എതിരായിട്ട് നിൽക്കുന്ന സ്വതന്ത്രവാദികളെയാണ് സന്തോഷിപ്പിക്കുക എന്ന വിമർശനമാണ് ഈ റഹ്മത്തുള്ള സഖാഫി ഇതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിന് വലിയ വില നൽകേണ്ടി വരും. ഈ സംസ്കാരമൊക്കെ കളഞ്ഞു കുടിച്ചാൽ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇതും ഈ കാലഘട്ടത്തിൽ ചർച്ചയാവുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ തന്നെ ഈ പാണക്കാട് സാരിക്കലി തങ്ങളാവട്ടെ, PK കുഞ്ഞാലിക്കുട്ടിയാവട്ടെ, PM ഇസ്ലാം ആവട്ടെ വനിതാ ലീഗിന് കുറെ കൂടെ പ്രാധാന്യം കൊടുക്കണം, അവരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൂടെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കും, മുസ്ലിം ലീഗ് അങ്ങനെ പോകുന്ന പാർട്ടിയാണ് എന്ന് വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കോഴിക്കോട്ട് തന്നെ ഫാത്തിമ തഹ്ലിയ കുട്ടിച്ചിറയിൽ മത്സരിച്ചപ്പോൾ, അതുപോലെ തന്നെ ഹരിതയിലെ നജുമ തബ്ഷീറ, മുഫീദ തസ്നി തുടങ്ങിയ എല്ലാവരെയും രംഗത്തിറക്കി അവരെല്ലാം പ്രചാരണ രംഗത്തേക്ക് ഇറക്കി ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. പക്ഷേ അപ്പോഴും ഈ രീതിയിൽ സമുദായത്തിനകത്ത് നിന്ന് തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. ആ വിമർശനങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. കുറെ കൂടി പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ, തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരികയാണ്. അതിനിടയിലാണ് പരസ്യമായി നൃത്തം ചെയ്യുന്നതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വിമർശന സ്വരം